ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും കൊണ്ട് സമ്പന്നമായിരുന്നു ഒരു കാലത്ത് മലയാളിയുടെ കാർഷിക ജീവിതം. ഇന്ന് കാർഷിക വികസനത്തിൽ ഗ്രാമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും പഴയ ആ പ്രതാപകാലം അല്ലെങ്കിൽ ആ ഗ്രാമീണ സംസ്കാരം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ്. സുസ്ഥിര വികസനത്തിന്റെ പുത്തൻ ആശയങ്ങളുമായി ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ നമ്മുടെ ജഡ്ജസ് നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, പരിസ്ഥിതി പ്രവർത്തകയും കാർഷിക വിദഗ്ധയുമായ ശ്രീമതി ഉഷ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ തുടക്കകാലത്ത് തന്നെ പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ എന്നിവരാണ്. ക്ലാപ്പനക്കാരൻ ഡോക്ടർ പത്മകുമാർ ഒരു അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം കൃഷിയിൽ താല്പര്യമുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണെന്ന് അറിയണ്ടേ? ഒരു വിത്തിടിയിൽ യന്ത്രം. ആ യന്ത്രം ഇന്നൊരു ഗ്രാമത്തിന്റെ മുഴുവൻ കാർഷിക വളർച്ചയ്ക്ക് പ്രേരണയായി മാറിയിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് കൊല്ലം ജില്ലയിലെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിനെ. ക്ലാപ്പന പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് എം ഇക്ബാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ക്ലാപ്പന സുരേഷ്, അഗ്രികൾച്ചറൽ ഓഫീസർ ശ്രീമതി കെ എസ് സഫീന, അഗ്രികൾച്ചറൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പത്മകുമാർ, NREGS എഞ്ചിനീയർ ശ്രീ ആർ വിജയൻ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ശ്രീമതി കെ എ ജസ്നി എന്നിവരാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സുനാമി ദുരന്തം ഏറ്റുവാങ്ങിയ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റമായ തീരദേശ പഞ്ചായത്താണ് ക്ലാപ്പന. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ ഇവരാണ് ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ നമുക്കിനി ക്ലാപ്പനയുടെ ഗ്രാമകാഴ്ചകളിലേക്ക് പോവാം. കൊല്ലം ജില്ലയിലെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലൂടെയാണ് എന്റെ യാത്ര. തീരദേശ പ്രദേശമായ ഇവിടത്തുകാരുടെ പ്രധാന ജീവനോപാധി കൃഷിയും കയർ വ്യവസായവും മത്സ്യബന്ധനവുമാണ്. ഗ്രാമത്തിലൂടെയുള്ള യാത്രയിൽ കാഴ്ച നിൽക്കുന്ന മുന്തിരിവള്ളിയും വംശനാശ ഭീഷണി നേരിടുന്ന വെച്ചൂർ പശുവിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞു. നമുക്ക് കാണാം ഈ ഗ്രാമത്തിലെ മറ്റു ചില കാഴ്ചകൾ. ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ സെന്റ് ജോർജ് പള്ളിയുടെ കൊടിമരമാണിത്. ഈ കൊടിമരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒലിവ് മരത്തിന്റെ ഈ തടി കടലിലൂടെ ഒഴുകി വന്നു എന്നാണ് ചരിത്രം. ഇപ്പോഴും വെയിലടിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒലിവെണ്ണ കിനിഞ്ഞു വരാറുണ്ട്. ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച ശേഷം കേരളത്തിലെ 18 പള്ളികൾ പണിയുകയുണ്ടായി. അതിൽ ഒരെണ്ണമാണ് ക്ലാപ്പന പഞ്ചായത്തിലെ പുതുത്തെരുവ് മുസ്ലിം ജമാഅത്ത്. ക്ലാപ്പന പഞ്ചായത്തിന്റെ കണ്ടൽ കാടുകളാണ് ഈ കാണുന്നത്. ഇവിടെ കണ്ടൽ കാടുകളും വളരെ വിപുലമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്നുണ്ട്. കണ്ടില്ലേ? കൃഷിയുടെ എല്ലാ മേഖലയിലും ക്ലാപ്പന പഞ്ചായത്ത് വിപ്ലവം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് മേഖല തന്നെ ആവട്ടെ, നെൽകൃഷിയാവട്ടെ, തേങ്ങ കൃഷിയാവട്ടെ, മത്സ്യകൃഷിയാവട്ടെ, എല്ലാ മേഖലയിലും അവരവരുടെ കഴിവിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാപ്പന പഞ്ചായത്തിന് എന്തൊക്കെ വികസന പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്? കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്
ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വികസന പ്രവർത്തനം. സർ, ആദ്യം നമ്മൾ ഒരു വിതയ്ക്കൽ യന്ത്രത്തിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ സർ? തീർച്ചയായും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനാർഹമായ ഒരു കണ്ടെത്തലായിരുന്നു വിത്തിടിയിൽ യന്ത്രം. കായംകുളം MSM കോളേജിലെ മലയാളം പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ ഗ്രാമപഞ്ചായത്തിൽ ഈ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളെ ലഭ്യമാകാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് ഇത്തരത്തിൽ ഒരു യന്ത്രം കണ്ടുപിടിക്കണം എന്നതിനെപ്പറ്റി അദ്ദേഹത്തോട് സംസാരിക്കുകയും എന്തായിരുന്നാലും അവസാനം നമുക്കൊക്കെ അഭിമാനിക്കത്തക്ക തരത്തിൽ ഒരു വെത്തിടിയിൽ യന്ത്രം കണ്ടുപിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. 6 പേരുടെ ജോലി ഒരാളിലേക്കായി കുറയ്ക്കുമല്ലേ? തീർച്ചയായും 6 പേർക്ക് ചെയ്യേണ്ട ജോലി ഒറ്റ യന്ത്രത്തിൽ കൂടി ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. തീർച്ചയായും വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ ചെയ്യുന്നത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതലായി അറിയാം. വിഷ്വൽസ് കണ്ടിട്ട് തിരിച്ചു വരാം. കൊല്ലം ജില്ലയിലെ ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓണാട്ടുകരയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ധാരാളം വയലേലകളാൽ സമ്പന്നമാണ്. ഇവിടുത്തെ പഞ്ചായത്ത് നിവാസികളുടെ മുഖ്യ വരുമാന മാർഗവും കൃഷിയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ കാണാം ഇവര് കൃഷിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില നൂതന ആശയങ്ങൾ. ഇത് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഓഫീസറായ സഫീന ചേച്ചിയാണ്. ചേച്ചിയോട് തന്നെ നമുക്ക് പഞ്ചായത്തിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേച്ചി, നിങ്ങളുടെ കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ക്ലാപ്പന പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പ്രധാനമായും ഒരു തീരദേശ പഞ്ചായത്താണ്. ഇവിടുത്തെ ഓണാട്ടുകരയുടെ നെല്ലറ എന്നാണ് പണ്ട് ഇവിടെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നെൽകൃഷി പ്രധാനമായിട്ട് അന്യം നിന്നിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മൾ അടുത്തിടെയായിട്ട് നെൽകൃഷി പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ടിരുന്നു. അതുമൂലം ഒരു 125 ഏക്കറോളം കൃഷിയിൽ നമ്മൾ നെൽകൃഷി പുതുതായി ചെയ്തിട്ടുണ്ട്. അതിന് നെൽകൃഷി കർഷകർ, ഗ്രൂപ്പുകൾ, കുടുംബശ്രീ, വിമൺ ഇൻ അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് പേര് നെൽകൃഷി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഉദ്യാന കൃഷിയും, അതായത് ആന്തൂറിയം, ഓർക്കിഡ് പോലുള്ള കൃഷികളിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൃഷിക്കാർ അതിന് ആനുകൂല്യം കൊടുത്ത് കർഷകർ അതിന്, കൂടാതെ ടർക്കി കോഴികൾക്ക് അതിനുള്ള യൂണിറ്റുകൾ. ടർക്കി കോഴികളൊക്കെ എത്ര യൂണിറ്റ് വീതമൊക്കെ? ടർക്കി കോഴികളുടേതായിട്ട് ഒരു 15 യൂണിറ്റോളം പഞ്ചായത്തിൽ. ഒരുപാട് വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം വാഴ കൃഷി ചെയ്യുന്നുണ്ട്. തീരദേശ മേഖല ആയത് കാരണം തന്നെ ഈ മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തൊഴിലാളികൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ധാരാളം പദ്ധതികൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. കൂടാതെ അലങ്കാര മത്സ്യകൃഷിക്കുള്ള അതിന് ട്രെയിനിങ്ങുകൾ കൊടുത്ത് അതിനുള്ള സാമ്പത്തിക സഹായം കൊടുത്തിട്ടൊക്കെ മത്സ്യഫെഡുമായി സഹകരിച്ചിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. കല്ലുമ്മക്കായ കയറിൽ ചെയ്ത് അത് കൃഷി ചെയ്യാനായിട്ടുള്ള ആനുകൂല്യം കൊടുത്തിട്ട് അവർ ധാരാളം പേര് അത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ RKVY എന്നൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തോടുകളും വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കിക്കൊണ്ട് നമ്മൾ അതിനൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2.5 കോടിയോളം രൂപ നമ്മുടെ പഞ്ചായത്തിലേക്ക് അനുവദിച്ചു വന്നിരിക്കുക. എല്ലാ പാടശേഖരങ്ങളിലും നിലങ്ങളിലും നമ്മൾ കൃഷി മുഴുവനായിട്ടും കൊണ്ടുവന്ന് പണ്ടത്തെ ആ ഒരു സംസ്കാരം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണല്ലേ? ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പാടശേഖര സമിതി സെക്രട്ടറി പത്മകുമാർ സാറാണ് ഇപ്പൊ എൻ്റെ ഒപ്പം ഉള്ളത്. സ്വന്തമായിട്ടൊരു വിത്തിടിയിൽ യന്ത്രമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ സാർ? എന്താണ് സാർ ഈ ഒരു യന്ത്രം കണ്ടുപിടിക്കുന്നതിന് പിന്നിലുള്ള ഒരു സാഹചര്യം? ക്ലാപ്പനയിലെ പാടശേഖരങ്ങൾ വർഷങ്ങളായിട്ട് തരിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അത് സർക്കാരിൻ്റെ ഒരു പ്രത്യേക സ്കീം അനുസരിച്ച്, ഫാലോ ലാൻഡ് കൾട്ടിവേഷൻ്റെ സ്കീം അനുസരിച്ച് ഇത് കൃഷിക്ക് ഉപയുക്തമാക്കാൻ തീരുമാനിക്കുകയും പഞ്ചായത്തും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നിട്ട് കർഷകരെയും മറ്റുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ, പുരുഷശക്തി യൂണിറ്റുകൾ അവരെല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് കൃഷി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ആ ഒരു അവസ്ഥയിൽ തൊഴിലാളികളുടെ ഒരു ക്ഷാമം വന്നു വിത്തിടുന്നതിനുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു യന്ത്രം ഡിസൈൻ ചെയ്താലോ എന്നുള്ള ഒരു ഉദ്ദേശം വന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള യന്ത്രമാണ് തോന്നുന്നു. നമുക്കൊന്ന് കണ്ടാൽ. ഇതാണ് യന്ത്രം. സാർ, ഇതിന്റെ ഓരോ പാർട്ട് ഒന്ന് പറയാമോ? പാർട്ടിനെ പറ്റി. പിന്നെ വിത്തിടുക എന്ന് വെച്ചാൽ 3 പ്രക്രിയ ഒരേ സമയത്ത് നടക്കണം. ഈ 3 പ്രക്രിയയ്ക്കും കൂടെ 6 ആൾക്കാരാണ് വേണ്ടത്. 6 മാൻ പവർ വേണം. ഈ 6 പേരുടെ ജോലിയും ഈ ഒറ്റ മെഷീൻ കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത.
അപ്പോൾ ഇതിൽ ഒരേ സമയത്ത് തന്നെ ഈ കലപ്പ് കൊണ്ട് പൊഴിയിടാൻ പറ്റുന്നു. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ഡ്രമ്മിനകത്ത് വിത്ത് നിറച്ചിടുമ്പോൾ ആ വിത്ത് ആവശ്യത്തിനുള്ള വിത്ത് മാത്രം ആ പൊഴിയിൽ വീഴുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ലെവലിംഗ് പ്ലേറ്റ് വരുമ്പോൾ അത് വലിച്ച് മറച്ചുകൊണ്ട്